സർക്കാർ അഭിഭാഷക നിയമനത്തിൽ പരസ്യ വിമർശനവുമായി ലോയസ് കോൺഗ്രസ്. ലീഡർ നിയമനത്തിലെ പരാതികൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് ലോയസ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പി കെ അബ്ദുറഹ്മാൻ പറഞ്ഞു. എഐസിസിയും കെപിസിസിയും വിഷയത്തിൽ ഇടപെടണം. ജിയോണയും ശരത്തുമൊക്കെ ലോയസ് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകരല്ല എന്നാണ് പി കെ അബ്ദുൾ റഹ്മാൻ പറഞ്ഞത്. സജോ ദേവസിയും അറൂഷി പാലും വിവരങ്ങളുമായുണ്ട്. ആദ്യം ആ പ്രതികരണം. ഇല്ല, സജോയിലേക്കാണ്. സജോ, ഇപ്പോൾ ഈ ഗവൺമെന്റ് ലീഡർ നിയമന വിവാദത്തിൽ ലോയസ് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പി കെ അബ്ദുൾ റഹ്മാൻ പരസ്യ പ്രതികരണത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു ലിസ്റ്റ് ആവശ്യപ്പെട്ടു, ആ ലിസ്റ്റ് അങ്ങ് കൊടുക്കുകയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. പക്ഷേ ലോയസ് കോൺഗ്രസിന്റെ ഭാഗമായിരുന്നവരുടെ പേരുകൾ തന്നെയാണല്ലോ ലിസ്റ്റിലുണ്ടായിരുന്നത്. അതിൽ താഴെയുള്ള പേരുകളായിരുന്നു ശരത്തിന്റെയും ജിയോണയുടെയും എന്ന് പറയുമ്പോൾ ജിയോണയുടെ കാര്യത്തിൽ താൻ ഒരു ശുപാർശ നൽകിയിരുന്നു എന്ന് ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇതിനോടൊക്കെ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ടോ? സ്മൃതി, അതായത് KSUവിന് പിന്നാലെയും ലോയേഴ്സ് കോൺഗ്രസും പരാതി ഉന്നയിക്കുകയാണ്. അർഹരായവർ പലരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന വിമർശനം. ഇക്കാര്യത്തിൽ സംഘടനാ രൂപത്തിലുള്ള ഒരു ഇടപെടൽ നടന്നിട്ടില്ല എന്ന വിമർശനമാണ് സംസ്ഥാന അധ്യക്ഷൻ പി കെ അബ്ദുൾ റഹ്മാൻ ഉന്നയിക്കുന്നത്. നേരത്തെ ഈ പട്ടികയുടെ കാര്യം പറയുന്നത് അതായത് ഹൈക്കോടതിയുടെ യൂണിറ്റ് കമ്മിറ്റിയിൽ നിന്ന് വന്ന പട്ടികയുടെ കാര്യമാണ്. അതിൽ ഈ പേരുകൾ ഉൾപ്പെട്ടിട്ടുണ്ടാകാം എന്നാണ് അത് നേരെ കൈമാറുകയാണ് ചെയ്തിരിക്കുന്നത്. അതല്ലാതെ സംസ്ഥാന നേതൃത്വത്തോട് ഇത് സംബന്ധിച്ച് ആവശ്യമായ കൂടിയാലോചനകൾ നടത്തുക, ശുപാർശകൾ അതാത് യൂണിറ്റുകളിൽ നിന്ന് വരുമ്പോൾ അവ കൃത്യമായി ക്രോഡീകരിക്കുക, ഇനിയിപ്പോൾ ജില്ലാ തലങ്ങളിൽ നടക്കുന്ന നിയമനങ്ങളിൽ അവ സംബന്ധിച്ചും സംസ്ഥാന തലത്തിലൊരു ഏകോപനം ഉണ്ടാക്കുക എന്നിവ സംഭവിച്ചിട്ടില്ല, എന്നിവയ്ക്ക് തയ്യാറായിട്ടില്ല എന്ന വിമർശനമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം മറ്റൊരു വിമർശനം കൂടി ഉന്നയിക്കുന്ന KSU 2 പേരുകളാണ് വിമർശനമായി ഉന്നയിച്ചത്. ഒന്ന് ജിയോണ ജെയിംസിന്റെയും മറ്റൊന്ന് TS ശരത്തിന്റെയും. ആ 2 പേരുകളുടെയും കാര്യത്തിൽ അദ്ദേഹം പറയുന്നത് യൂണിറ്റ് കമ്മിറ്റിയിൽ സംഘടനയിൽ പുതിയ നേതൃത്വം അവിടെ വന്നു, യൂണിറ്റിൽ വന്നു. അത് മുഖ്യമന്ത്രി ഇടപെട്ട ഒക്കെയാണ് അവിടെ നേതൃത്വം വന്നത്. അതിനുശേഷം അവിടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടന്നു. ആ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വഴി ഇവരുടെ പേരുകൾ വന്നിട്ടുണ്ട്. സാങ്കേതികമായി അവർ അംഗങ്ങളാകാം, എന്നാൽ സജീവമായി ഇവരുടെ പ്രവർത്തനം എവിടെയും തനിക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞിട്ടില്ല, താൻ കണ്ടിട്ടില്ല എന്ന വിമർശനമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം അവരുടെ പേര് നേരത്തെ സംഘടനാ തിരഞ്ഞെടുപ്പ് നടന്ന വേളയിൽ ആ പട്ടികയിൽ അവരുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ട്. അത് മറ്റൊരു വസ്തുതയാണ്. പക്ഷേ സാങ്കേതികമായി അംഗത്വം ഉണ്ടാകാം, പക്ഷേ സജീവമായി താൻ എവിടെയും കണ്ടിട്ടില്ല എന്ന ഭാഗമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്നത്. ലിസ്റ്റ് കൊടുക്കുന്നു, ആ ലിസ്റ്റിൽ നിന്ന് തന്നെ പേരുകൾ വരുന്നു. ആ പേരുകളിൽ ഓർഡർ ഇപ്പോൾ താഴെയാണെന്ന് പറഞ്ഞിട്ടില്ല, ഓരോ പേരിനും കീഴെ അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ട്. അപ്പോൾ അതിനെങ്ങനെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്? സജോ, അദ്ദേഹം ഈ വിവാദം സ്വന്തം നിലയ്ക്കുണ്ടാക്കിയതാണോ? ഇതിൽ കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങളോട് ചേർത്ത് വെക്കാവുന്ന ഒരു വിഷയമായി കാണേണ്ടി വരും. സ്മൃതി, ഇതിൽ ആദ്യമായാണ് ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. മുൻപ് അദ്ദേഹം പ്രതികരണം നടത്തിയിട്ടില്ല. അദ്ദേഹം പറയുന്നത് ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃയോഗം ചേർന്നൊരു പ്രമേയം പാസാക്കി ഈ വിഷയത്തിലുള്ള പരാതികൾ, അതായത് യൂണിറ്റുകളിൽ നിന്ന് വരുന്ന ശുപാർശകൾ അതേപടി കൈമാറിയാൽ മാത്രം മതി, അത് ക്രോഡീകരിക്കേണ്ടതില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവ നൽകുക മാത്രമാണ് ചെയ്തത്. അതിനുമപ്പുറത്തേക്ക് ഇത്തരം നിയമനങ്ങളിൽ വേണ്ട കൂടിയാലോചനകൾ അവയല്ലെങ്കിൽ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ എന്ന നിലയ്ക്ക് മാത്രമല്ല, അതിൽ അർഹതയുള്ള മറ്റു പലരുടെയും ലിസ്റ്റുകൾ പോയിട്ടുണ്ട്. അതിൽ ചിലത് മാത്രമാണ്, അതായത് എല്ലാ യൂണിറ്റുകളിൽ നിന്നും ശുപാർശകൾ വരും, അവ നേരിട്ട് പോവുകയാണ് ചെയ്യുക, അത് നേരെ കൈമാറുകയാണ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ മതി. ഇതിൽ വിവാദങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളിലേക്ക് നേതൃത്വം കടക്കുമ്പോഴാണ് ഇപ്പോൾ ലോയേഴ്സ് കോൺഗ്രസ് പ്രസിഡന്റ് വീണ്ടും പരസ്യ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിനെ എങ്ങനെ കാണണം? ഇത് അത്ര പെട്ടെന്ന് അവസാനിക്കില്ല എന്നതിന്റെ സൂചനയായിട്ടാണോ? സ്മൃതി, മുഖ്യമന്ത്രി ഈ പട്ടിക ലോയേഴ്സ് കോൺഗ്രസ് ആണ് നൽകിയത് എന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി വാർത്താക്കുറിപ്പിലൂടെ വ്യക്തത വരുത്തിയതാണ്. അന്ന് നേരിട്ട് വന്നില്ലെങ്കിലും വാർത്താക്കുറിപ്പിൽ പറഞ്ഞത് ഹൈക്കോടതി യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനൂപ് വി നായർ നിലവിൽ സ്റ്റേറ്റ് അറ്റോർണിയാണ്. ILCയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നോബൽ രാജു മുഖേനയാണ് ഗവൺമെന്റ് ലീഡർമാരുടെ നിയമനത്തിനായി ഹൈക്കോടതി യൂണിറ്റിന്റെ അംഗങ്ങളുടെ പട്ടിക സമർപ്പിച്ചത്. ആ പട്ടികയിൽ ഉള്ള 2 പേരുകൾ, ഒന്ന് ശരത് DS, രണ്ടാമത്തത് ജിയോണ ജെയിംസ്. ഈ 2 പേരുകളും നിർദ്ദേശിച്ചത് അഡ്വക്കേറ്റ് അനൂപ് വി നായരുടെ നിർദ്ദേശമാണ്. അത് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നോബൽ രാജു മുഖേനയാണ് ഈ പട്ടിക നൽകിയത്. ഈ പട്ടികയിൽ ആരൊക്കെയാണോ പേര് തന്നത് ആ പട്ടിക ഒരു തരത്തിലും തിരുത്തേണ്ടതില്ല. അത് പരിശോധിക്കാതെ സംസ്ഥാന കമ്മിറ്റി നേരിട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ നിർദ്ദേശിച്ചു എന്നാണ് നേരത്തെ. അത് കഴിഞ്ഞ 15-ാം തീയതിയാണ് ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി ഇങ്ങനെ വാർത്താക്കുറിപ്പ് ഇറക്കിയത്. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, മുഖ്യമന്ത്രിയാണ് നിർദ്ദേശിച്ചത്, ഇത് സ്ക്രൂട്ടിനി ചെയ്യാൻ പാടില്ല. ഹൈക്കോടതി യൂണിറ്റ് അടക്കം ഏതൊക്കെ യൂണിറ്റ് കമ്മിറ്റി പട്ടിക തരുന്നു ആ പട്ടിക പൂർണ്ണമായി നൽകണം. അപ്പോൾ നിലവിലെ അടക്കമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നത്.